അപ്പം എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പം ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങണം. ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടാണ് ഓണത്തിൻ്റെ ജിമ്മിലേക്കുള്ള പരിപാടിൻ്റെ. ഇനി അടുത്തത് വേറെയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഏട്ടൻ്റെ മക്കൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങണം. അങ്ങനെ ചെറിയൊരു ഓണം ഷോപ്പിംഗ്. അപ്പം ലെറ്റ്സ് വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ ഒടുവിൽ നല്ല ബ്ലോക്കിനൊടുവിൽ ഞാൻ ഷോപ്പിലെത്തി. ഏട്ടൻ്റെ മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കുറേ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ബ്ലോക്ക് ഇരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ഞാൻ മടുത്തിനി. വണ്ടി ഓട്ടി എനിക്ക് ആകെ ക്ഷീണം വന്നിനി. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാനൊക്കെ ഉണ്ടായിന്. പിന്നെ അമ്മയ്ക്കൊക്കെ ഓൺലൈനിലായിരുന്നു ഓർഡർ ചെയ്ത്. പിന്നെ വരുന്ന വഴിക്ക് മണ്ണൂർ വളവ് ഹിജാസിൽ കയറിയിട്ട് കുറച്ച് ബുക്ക്, കളർ ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ പരിപാടിക്ക് പോകാനുണ്ടായിരുന്നു. എൻ്റെ മുഖമൊക്കെ ആകെ ക്ഷീണിച്ചിക്കണ്. പിന്നെ അവിടെ കുപ്പിവെള്ളം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ അതും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ലൈനിങ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് വളവിലെ ഫ്ലോറിയയിൽ പോയി ലൈനിങ് ഒക്കെ വാങ്ങി ATM നിന്ന് പൈസയൊക്കെ എടുത്ത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലേസ് ഒന്നും വാങ്ങില്ല എന്ന്. അങ്ങനെ ലേസ് വീണ്ടും ആ കടയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങി ഒടുവിൽ വീട്ടിലെത്തി. ഇനി ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കണം. നല്ല ബ്ലോക്ക് ഉണ്ട്, ആകെ ക്ഷീണിച്ചിന്. പക്ഷെ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടൂല. അങ്ങനെ വീട്ടിലൊക്കെ എത്തി, മേലൊക്കെ കഴുകി. ഇനി കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാണ്ട് റിമ്മീച്ചിനടുത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഓൾറെഡി റിമ്മീച്ചിൻ്റെ കയ്യിൽ കുറച്ച് ഡ്രസ്സും ഉണ്ട്. ഇനി ഇതും കൂടെ റിമ്മീച്ച് വാങ്ങുമെന്നൊന്നും അറിയില്ല. ഈ വർഷം പ്രതീക്ഷിക്കാണ്ട് 2 ഓണക്കോടിയൊക്കെ കിട്ടിയിരുന്നു. ഒന്ന് എൻ്റെ ഏട്ടന് വാങ്ങിയിട്ട് അങ്ങനെ, പിന്നെ ഒന്ന് ദിബിൻ്റെ ഏട്ടൻ്റെ ഭാര്യ വാങ്ങി തന്നാണ്. 2 ആളും വാങ്ങി തന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ഓണത്തിനേക്ക് കിട്ടുമോയെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് രമേശിൻ്റെ കടയിൽ പോയിട്ട് കാണാം. പിന്നെ നമ്മൾ രമേശിൻ്റെ കട വരുന്നത് ഇടച്ചിറ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്താ കടയിലൊക്കെ എത്തി. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത്. പാവാണ് രമേശിന് എന്നെ ഓടിക്കും. ഞാൻ ഓരോ ഡ്രസ്സ് കൊണ്ടു തരും. എനിക്ക് നാളെ വേണം, മറ്റന്നാൾ വേണം എന്നാ പറയാം. പാവം നല്ല തിരക്കിട്ട് അടിക്കുന്നതാണ്. എൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഇരുന്ന് അടിക്കുന്നത്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ അയാമി. രമേശിൻ്റെ ഷോപ്പിൻ്റെ പേര് അയാമി എന്നാണ്. പക്ഷേ രമേശിൻ്റെ മോളാണ് കേട്ടോ അത്. അങ്ങനെ രമേശിൻ്റെ അടുത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഇനി പൂവൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ പൂവ് വാങ്ങാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പൂവൊക്കെ വാങ്ങി. ഇനി നാളെ ഇപ്പം ഉത്രാടാണ്. അങ്ങനെ പൂവൊക്കെ വാങ്ങി ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിയ ഓണക്കോടി ഏട്ടൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഓണം ഷോപ്പിംഗ് വ്ളോഗ്. പിന്നെ അമ്മേൻ്റെ സാരിക്ക് ഞാൻ ഇപ്പോൾ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.